നിങ്ങൾ എന്നും ആഗ്രഹിച്ചതുപോലെ ഒരു രാവിലെ ഉണരുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്നേഹിക്കുന്ന ഒരു പങ്കാളി, വിജയകരമായ ഒരു കരിയർ, സാമ്പത്തിക ഭദ്രത, സമാധാനപരമായ ജീവിതം. നിങ്ങൾ സന്തോഷവാനാണ്, ആരോഗ്യവാനാണ്, സംതൃപ്തനാണ്. ഇത് മാജിക്കല്ല, മറിച്ച് മാനിഫെസ്റ്റേഷൻ, ആകർഷകവിദ്യ എന്നൊരു ശക്തിയാണ്. മാനിഫെസ്റ്റേഷൻ എന്നാൽ നിങ്ങളുടെ ചിന്തകളും ഊർജ്ജവും ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുക എന്നതാണ്. നമ്മളെല്ലാവരും ഒരു യൂണിവേഴ്സൽ എനർജി ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഈ ഊർജ്ജത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഇത് അധിഷ്ഠിതമായിരിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പ്രപഞ്ചത്തിന് വ്യക്തമായ ഒരു സന്ദേശം അയക്കുന്നു. അതിനു പകരമായി പ്രപഞ്ചം അതേ ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതെങ്ങനെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന് അറിയുകയും ചെയ്യും. ഈ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ സഹായിക്കുന്ന 7 പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അത് ഒരു സോൾമേറ്റിനെ ആകർഷിക്കുന്നതാകട്ടെ, മികച്ച ജോലി നേടുന്നതാകട്ടെ, നിങ്ങളുടെ സ്വപ്നഭവനം വാങ്ങുന്നതാകട്ടെ, അല്ലെങ്കിൽ ആന്തരിക സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാകട്ടെ. ഈ വീഡിയോ ഈ കാര്യങ്ങളെല്ലാം നേടാനുള്ള വഴി നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ ഈ അത്ഭുതകരമായ യാത്ര തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്നതിലൂടെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചതുപോലെയാക്കാം എന്ന് മനസ്സിലാക്കാം. ഘട്ടം 1. നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. ക്ലിയർ യുവർ വിഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടി വ്യക്തതയാണ്. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് ശരിക്കും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു കൃത്യമായ ചിത്രം സൃഷ്ടിക്കുക. വിഷ്വലൈസേഷൻ അഥവാ ഭാവന നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുമ്പോൾ അത് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രക്രിയ നമ്മുടെ തലച്ചോറിൽ സജീവമാകുന്നു. ഉദാഹരണത്തിന്, ഒരാൾ സ്വയം സമ്മർദ്ദത്തിലായി കാണുകയാണെങ്കിൽ അവന്റെ തലച്ചോറിലും ശരീരത്തിലും അതുപോലെയുള്ള സമ്മർദ്ദ പ്രതികരണമുണ്ടാകുന്നു. അവന്റെ നാഡീവ്യൂഹം പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോകുക എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സമ്മർദ്ദ ഹോർമോണുകൾ പുറത്തുവിടാൻ കാരണമാകുന്നു. ഇത് നമ്മുടെ ഹൃദയമിടിപ്പ്, ശ്വാസം, രക്തസമ്മർദ്ദം എന്നിവയെ ബാധിക്കുന്നു. മറുവശത്ത്, ഒരാൾ സ്വയം ശാന്തവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ കാണുകയാണെങ്കിൽ അവന്റെ ശരീരവും അതിനനുസരിച്ച് പ്രതികരിക്കുകയും അവൻ യഥാർത്ഥത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറും ശരീരവും അതിനെ യാഥാർത്ഥ്യമാക്കാൻ തയ്യാറെടുക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം അനുസരിച്ച് നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവോ ആ കാര്യത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ഇതാണ് ലോകോത്തര അത്ലറ്റുകളും വിജയകരമായ സംരംഭകരും കലാകാരന്മാരും ഈ വിദ്യ ഉപയോഗിക്കാൻ കാരണം. 23 തവണ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയ മൈക്കൽ ഫെൽപ്സ് ഓരോ മത്സരത്തിനു മുമ്പും സ്വയം ഒരു വിജയിയായി കാണുന്ന പരിശീലനം നടത്തിയിരുന്നു. വിജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം സങ്കൽപ്പിച്ചത്, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം ചിന്തിച്ചു. ഈ തന്ത്രം എല്ലാ സാഹചര്യങ്ങൾക്കും അദ്ദേഹത്തെ മാനസികമായി തയ്യാറാക്കി നിർത്തി. ഒരു വെല്ലുവിളിയും അദ്ദേഹത്തിന്റെ വഴിയിൽ ഒരു തടസ്സമാകാത്ത രീതിയിൽ അദ്ദേഹം തന്റെ മാനസികാവസ്ഥയെ പരിശീലിപ്പിച്ചു. നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിഷ്വലൈസേഷനെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ഇത് കൂടുതൽ ഫലപ്രദമാക്കാൻ ഒരു വിഷൻ ബോർഡ് ഉപയോഗിക്കുക. വിഷൻ ബോർഡ് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഭൗതിക രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. അത് എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നിർമ്മിക്കാൻ ആദ്യം ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന തരത്തിൽ നേർത്ത വെളിച്ചത്തിൽ റിലാക്സിംഗ് സംഗീതത്തോടൊപ്പം ഈ പ്രക്രിയ ആരംഭിക്കാം. അതിനുശേഷം ഒരു വലിയ പേപ്പർ ഷീറ്റോ ഡിജിറ്റൽ ബോർഡോ എടുത്ത് അതിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഉദ്ധരണികൾ, വാക്കുകൾ എന്നിവ എഴുതുക. നിങ്ങളുടെ വിഷൻ ബോർഡിൽ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന്, വ്യക്തിഗത വികസനം, കരിയർ, ബന്ധങ്ങൾ, ആരോഗ്യം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, യാത്ര, വ്യക്തിപരമായ വളർച്ച. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്വപ്നം ഒരു വീട് സ്വന്തമാക്കുകയാണെങ്കിൽ ആ വീടിന്റെ ചിത്രം വെച്ച് അതിൽ നിങ്ങൾ ജീവിക്കുന്നതായി സങ്കൽപ്പിക്കുക. അവിടുത്തെ ഗന്ധം അനുഭവിക്കുന്നതായും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുന്നതായും സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു വിജയകരമായ കരിയർ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയുടെയോ സ്ഥാനത്തിന്റെയോ പേരെഴുതാം. അവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുമെന്ന് ചിന്തിക്കാം. നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും കാണാൻ കഴിയുന്ന ഒരിടത്ത് വയ്ക്കുക.
ഇത് ദിവസവും കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ ആ ലക്ഷ്യത്തിൽ വീണ്ടും വീണ്ടും കേന്ദ്രീകരിക്കും. അത് നേടാൻ നിങ്ങൾ സ്വാഭാവികമായും ശരിയായ വഴികളിലൂടെ മുന്നോട്ടു പോകും. നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മാറുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതും പ്രധാനമാണ്. അങ്ങനെ നിങ്ങൾ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് ഉറപ്പാക്കാം. വിഷൻ ബോർഡ് ഒരു പോസ്റ്റർ മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരു ശക്തമായ ഉപാധിയാണ്. ഇത് എല്ലാ ദിവസവും നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിജയത്തിനായി പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുന്നു. ഘട്ടം 2. ഭയവും സംശയവും ഒഴിവാക്കുക. റിമൂവ് ഫിയർ ആൻഡ് ഡൗട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യം നേടാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ ഉള്ളിലെ ഭയവും സംശയവുമാണ്. നിങ്ങളൊരു പുതിയ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ സ്വപ്നഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മനസ്സിൽ ഭയമോ സംശയമോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഊർജ്ജത്തെ ദുർബലമാക്കും. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് പ്രതികരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ അവ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചവും മടിക്കും. ഭയവും സംശയവും എവിടെ നിന്നാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി ഇത് നമ്മുടെ പരിമിതമായ വിശ്വാസങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചിന്തകളെ പരിമിതപ്പെടുത്തുന്നു. വിജയം എല്ലാവരുടെയും വിധിയിലുള്ളതല്ല, അല്ലെങ്കിൽ സമ്പന്നനാകാൻ ധാരാളം ഭാഗ്യം വേണം, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം എല്ലാവർക്കും ലഭിക്കില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിക്കുകയും നമ്മുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ബാഹ്യ തടസ്സം കാരണമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പരിമിതമായ വിശ്വാസങ്ങൾ കാരണമാകാം. ഇനി ഭയവും സംശയവും എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചോദ്യമാണ്. ഇതിനായി 2 ശക്തമായ സാങ്കേതിക വിദ്യകളുണ്ട്. 1. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യത്തിന് രൂപം നൽകുന്നത്. നിങ്ങൾ പോസിറ്റീവും ശക്തവുമായ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോടടുക്കുകയും ചെയ്യുന്നു. ഓരോ ചിന്തയും ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, ആത്മവിശ്വാസം, ആവേശം, പ്രതീക്ഷ എന്നിവ ഉയർന്ന വൈബ്രേഷനുകൾ ഉണ്ടാക്കുന്നു. അതേസമയം ഭയം, സ്വയം സംശയം, ഉത്കണ്ഠ എന്നിവ കുറഞ്ഞ വൈബ്രേഷനുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും നെഗറ്റീവ് ചിന്തകൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജനില കുറയും. നിങ്ങളുടെ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഉടൻ തന്നെ അതിനെ ഒരു പോസിറ്റീവ് ചിന്തയുമായി മാറ്റിസ്ഥാപിക്കുക. ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു എന്നതിനു പകരം ഈ ലക്ഷ്യം നേടാൻ ഞാൻ പൂർണ്ണമായും കഴിവുള്ളവനാണ് എന്ന് പറയുക. ഞാൻ പരാജയപ്പെടുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നതിനു പകരം ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് വിജയം ഉറപ്പായും ലഭിക്കും എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിക്കുകയും നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങുകയും ചെയ്യും. 2. നിങ്ങളുടെ ഭാഷയിൽ ശ്രദ്ധിക്കുക. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുന്നു. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നെഗറ്റീവ് ഊർജ്ജത്തിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ എനിക്കിത് ചെയ്യേണ്ടിവരും, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തെ ഭാരമായി കണക്കാക്കുന്നുവെന്ന് അത് സൂചിപ്പിക്കുന്നു. അതിനു പകരം നിങ്ങളുടെ ഭാഷയെ നിങ്ങൾക്ക് ശക്തി നൽകുന്ന രീതിയിലേക്ക് മാറ്റുക. എനിക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ടിവരും എന്നതിനു പകരം എന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. എനിക്ക് വ്യായാമം ചെയ്യേണ്ടിവരും എന്നതിനു പകരം എന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഞാൻ വ്യായാമം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഐ ഹാവ് ടു എന്നതിനെ ഐ ഗെറ്റ് ടു എന്ന് മാറ്റുമ്പോൾ അത് ഒരു നന്ദിയുടെ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ജോലികളെ ഒരു നിർബന്ധമായിട്ടല്ല, മറിച്ച് ഒരു അവസരമായി കാണാൻ നിങ്ങൾ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നു. ഭയവും സംശയവും ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രവർത്തിക്കുക എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ചെറിയ ചുവടുവെപ്പുകൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ സംശയം സാവധാനമില്ലാതാകുകയും ചെയ്യുന്നു. ഒരു ഭയമോ സംശയമോ നിങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോൾ സ്വയം പറയുക, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനിത് ചെയ്യും. ഈ വിശ്വാസം നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ശക്തി നിങ്ങൾക്ക് നൽകും. ഘട്ടം 3. നിങ്ങളുടെ പെരുമാറ്റം ക്രമീകരിക്കുക. അലൈൻ യോർ ബിഹേവിയർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനായി ചിന്തിക്കുകയും സങ്കൽപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് നിങ്ങളുടെ ശീലങ്ങളും പെരുമാറ്റവും അതിനനുസരിച്ച് ക്രമീകരിക്കുകയും വേണം. മാനിഫെസ്റ്റേഷൻ വെറും ആഗ്രഹിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ആയ ഒരു പ്രക്രിയയല്ല, മറിച്ച് അത് നിങ്ങളുടെ പ്രവൃത്തികളുമായും തീരുമാനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പെരുമാറ്റവും ശീലങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കാത്തപ്പോൾ നിങ്ങളുടെ ഊർജ്ജം ചിതറിപ്പോകുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരികയും ചെയ്യും. ഓരോ വ്യക്തിക്കും 2 തരം പെരുമാറ്റങ്ങളുണ്ട്. 1. അവനെ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്നു. 2. അവനെ അവന്റെ ലക്ഷ്യത്തോടടുപ്പിക്കുന്നു. ആദ്യത്തെ പെരുമാറ്റം ഭയത്തിലും
അരക്ഷിതാവസ്ഥയിലും ജീവിക്കുന്നവരുടേതാണ്. അവർ പുതിയ അവസരങ്ങളെ സ്വീകരിക്കാൻ മടിക്കുന്നു, വലിയ തീരുമാനങ്ങളെടുക്കാൻ ഭയപ്പെടുന്നു, മാറ്റത്തെ ഭയപ്പെടുന്നു. അവർ ചിന്തിക്കുന്നു, ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും. ഈ നെഗറ്റീവ് ചിന്തകൾ അവരെ ഒരേ സ്ഥാനത്ത് തുടരാൻ നിർബന്ധിക്കുന്നു. മറുവശത്ത് അവരുടെ ഭയത്തെ അതിജീവിച്ച് ശരിയായ തീരുമാനങ്ങളെടുത്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം മുന്നോട്ടു പോകുന്നവരുമുണ്ട്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. പക്ഷേ നിങ്ങൾക്ക് 2 വ്യത്യസ്ത പതിപ്പുകളുണ്ട്. ആദ്യത്തെ പതിപ്പിൽ സാധ്യതയുള്ള പരാജയങ്ങളെ ഭയന്ന് നിങ്ങൾ പുതിയ ഉപഭോക്താക്കളിലേക്കെത്താൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ശരിയായ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, ശരിയായ ആളുകളിൽ നിന്ന് ഉപദേശം തേടാൻ മടിക്കുന്നു, പണം മുടക്കാൻ ഭയപ്പെടുന്നു. നിങ്ങൾ സുരക്ഷിതമായ ഒരു മേഖലയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു, അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും മുന്നോട്ടു പോകില്ല, കാരണം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാണ്. ഇനി രണ്ടാമത്തെ പതിപ്പ് സങ്കൽപ്പിക്കുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നു. നിങ്ങൾ ശരിയായ ആളുകളുമായി ബന്ധപ്പെടുന്നു, അവരിൽ നിന്ന് പഠിക്കുന്നു, നിങ്ങളുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ അവസരങ്ങൾ തിരിച്ചറിയാനും അവ പ്രയോജനപ്പെടുത്താനും എപ്പോഴും തയ്യാറാണ്. സമയവും പണവും ഊർജ്ജവും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി നിങ്ങൾ ഉപയോഗിക്കുന്നു. ഈ പതിപ്പിൽ നിങ്ങളുടെ ബിസിനസ് തുടർച്ചയായി വളരുന്നു. നിങ്ങൾക്ക് വിജയം ലഭിക്കാനുള്ള സാധ്യതകൾ പല മടങ്ങ് വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഏത് പതിപ്പായി മാറണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തെ അതിനനുസരിച്ച് മാറ്റിയെടുക്കണം. ഇതിനായി ഒരു എളുപ്പമുള്ള വ്യായാമം ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഭാവിയുടെ ഏറ്റവും മികച്ച പതിപ്പിനെ സങ്കൽപ്പിക്കുക. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി എങ്ങനെയാണ് കാണപ്പെടുന്നത്? അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവന്റെ ദിനചര്യ എന്താണ്? അവൻ എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നത്? അവന്റെ ജീവിതം എങ്ങനെയാണ്? ഇനി ഒരു പേപ്പർ എടുത്ത് ആ വ്യക്തിയുമായി നിങ്ങളെ അടുപ്പിക്കുന്ന 5 കാര്യങ്ങൾ എഴുതുക. ഇത് ചെറിയ കാര്യങ്ങളാകാം. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, പുതിയ ആളുകളുമായി ബന്ധപ്പെടുക, നിങ്ങളുടെ ഭയത്തെ അതിജീവിക്കുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കുക. എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആദർശ അവസ്ഥയുമായി യോജിക്കുന്നതായിരിക്കണം. ഇപ്പോൾ തന്നെ ഇവ നടപ്പാക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ദൈനംദിന പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ സാവധാനം നിങ്ങളുടെ തലച്ചോറും ഈ പുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകും. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ശീലങ്ങൾ നിങ്ങൾക്കുള്ളിൽ വികസിപ്പിച്ചെടുത്താൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിൽ നിന്ന് ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഏതെങ്കിലും വലിയ തീരുമാനമെടുക്കേണ്ട സമയം വരുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക: ഈ തീരുമാനം എന്നെ എന്റെ ലക്ഷ്യത്തോടടുപ്പിക്കുമോ അതോ അകറ്റുമോ? എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഘട്ടം 4. പ്രപഞ്ചത്തിന്റെ പരീക്ഷണം വിജയിക്കുക. പാസ് ദ യൂണിവേഴ്സ് ടെസ്റ്റ്. നിങ്ങൾ ഒരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കും. ഈ പരീക്ഷണം നിങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷയല്ല, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹനാണോ എന്ന് കാണാനുള്ള ഒരു വഴിയാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പല തിരസ്കരണങ്ങളും നേരിടേണ്ടി വരാം, കാര്യങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നടക്കാതെ വരാം, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്കെതിരാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഈ സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷമയും ആത്മവിശ്വാസവും ആവശ്യമായി വരുന്നത്. നിങ്ങൾ സങ്കൽപ്പിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പരാജയപ്പെടുന്നു എന്നല്ല. അതിനർത്ഥം പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ മികച്ച എന്തെങ്കിലും നൽകാൻ തയ്യാറെടുക്കുന്നുണ്ടാകാം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല, പക്ഷേ അതിനേക്കാൾ വളരെ മികച്ച എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ ചിന്തകളേക്കാൾ മികച്ച ഒന്ന്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് നിങ്ങളുടെ ഊർജ്ജത്തെ ഉയർന്ന നിലയിൽ നിലനിർത്തുകയും നിങ്ങളുടെ വിശ്വാസത്തെ ദുർബലമാക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. പരാജയങ്ങളും തിരസ്കരണങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അവസരത്തിന്റെ വാതിൽ നിങ്ങൾക്കുവേണ്ടി അടച്ചാൽ അതിനർത്ഥം നിങ്ങൾ യോഗ്യനല്ല എന്നല്ല. അതിന്റെ അർത്ഥം മറ്റൊരു വലിയ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. ഇത് ഇങ്ങനെ മനസ്സിലാക്കുക: നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുന്നില്ലെങ്കിലോ ഒരു ബന്ധം പരാജയപ്പെട്ടെങ്കിലോ അതിനർത്ഥം നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിയോ ശരിയായ ജീവിത പങ്കാളിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ മുങ്ങിപ്പോകുകയും നിങ്ങളുടെ ഊർജ്ജം കുറയ്ക്കുകയും ചെയ്താൽ ആ മികച്ച അവസരം നിങ്ങളിൽ നിന്ന് അകന്നുപോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രതികൂലമായി പോകുന്നുവെന്ന് തോന്നുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക: ഈ കാര്യം നേടാൻ ഞാൻ യഥാർത്ഥത്തിൽ തയ്യാറാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. പ്രപഞ്ചത്തെ അതിന്റെ സമയത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ചിലപ്പോൾ പ്രപഞ്ചം നമ്മളെ ഒരു പ്രത്യേക തലത്തിൽ തയ്യാറാക്കാൻ കഠിനമായ അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടാറുണ്ട്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കാലതാമസമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കെന്തെങ്കിലും പഠിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ കൂടുതൽ ശക്തനാകേണ്ടതുണ്ടെന്നോ ആകാം. പ്രക്രിയയിൽ വിശ്വസിക്കുക.
എല്ലാ വെല്ലുവിളികളും, എല്ലാ പോരാട്ടങ്ങളും, എല്ലാ തിരസ്കരണങ്ങളും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. യഥാർത്ഥ ചോദ്യം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ എന്നതല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുവരെ വിശ്വാസത്തോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നതാണ്. ഇതാണ് യഥാർത്ഥ പരീക്ഷണം. ഘട്ടം 5. നന്ദി പ്രകടിപ്പിക്കുക. എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പ്രകടിപ്പിക്കുന്നത് ഒരു നല്ല ഗുണം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ഊർജ്ജം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി വർദ്ധിക്കുന്നു. ഇത് പോസിറ്റീവ് ഊർജ്ജത്തെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് നന്ദിയെ തങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നവർ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും വിജയവും ഉള്ളവരായിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ഇതിനകം ധാരാളമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നൽകാൻ തുടങ്ങുന്നു. നന്ദിയെ 3 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗത്തിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വരുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മബോധവും വർദ്ധിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം, മാനസിക ശക്തി, കഴിവുകൾ, ബുദ്ധി, ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന കഴിവുകൾ എന്നിവയ്ക്ക് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാം. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അത് കൂടുതൽ ശക്തമാകുകയും നിങ്ങളുടെ ഊർജ്ജം ഉയർന്ന തലത്തിൽ എത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ വരുന്നു. ഇതിൽ നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ, ജോലി, വീട്, സമ്പത്ത്, നിങ്ങളുടെ ജീവിതത്തെ എളുപ്പമുള്ളതും സന്തോഷമുള്ളതുമാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നു. ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സന്തോഷങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾക്ക് കഴിയും. സ്വന്തം ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്ന ആളുകൾക്ക് സമ്മർദ്ദം കുറവായിരിക്കും, കൂടുതൽ സംതൃപ്തി അനുഭവപ്പെടും. മൂന്നാമത്തെ വിഭാഗത്തിൽ ലോകം മുഴുവൻ സാധാരണമായതും എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതുമായ കാര്യങ്ങൾ വരുന്നു. ഉദാഹരണത്തിന് സൂര്യപ്രകാശം, മഴയുടെ തണുപ്പ്, ശുദ്ധമായ കാറ്റ്, മനോഹരമായ കാഴ്ചകൾ, സംഗീതം, കല, ലോകത്തിൽ നിലവിലുള്ള നന്മ. നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തെ കൂടുതൽ അഭിനന്ദിക്കാൻ തുടങ്ങുന്നു. ഇത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു ശീലം നിങ്ങൾക്ക് നൽകുകയും എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റിവിറ്റി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ശീലമുണ്ടാക്കണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒരു മികച്ച മാർഗമാണ്. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾക്ക് നന്ദിയുള്ള 15 കാര്യങ്ങൾ എഴുതുക. ഓരോ വിഭാഗത്തിൽ നിന്നും 5 കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഈ പ്രക്രിയ പതിവായി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം നിങ്ങൾക്ക് ഇതിനകം ഉള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങും. മറ്റൊരു വഴി പോസിറ്റിവിറ്റി ജേർണൽ സൂക്ഷിക്കുക എന്നതാണ്. അവിടെ നിങ്ങൾക്ക് ദിവസം മുഴുവൻ നടന്ന നല്ല സംഭവങ്ങൾ രേഖപ്പെടുത്താം. ഇത് വലിയ നേട്ടങ്ങൾ മാത്രമല്ല, ചെറിയ സന്തോഷങ്ങളുമാകാം. ഉദാഹരണത്തിന് ഒരു അപരിചിതന്റെ പുഞ്ചിരി, നല്ലൊരു ചായ, സുഖമുള്ള കാലാവസ്ഥ, ഒരു സുഹൃത്തിന്റെ സ്നേഹമുള്ള സന്ദേശം, അല്ലെങ്കിൽ നിങ്ങളെ ചിരിപ്പിച്ച ഒരു തമാശ. നിങ്ങളുടെ ദിവസത്തിന്റെ അവസാനം ഈ സംഭവങ്ങളെല്ലാം എഴുതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ സ്വാഭാവികമായി ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ നിസ്സാരമായി കാണുകയും നമുക്കില്ലാത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിനകം ധാരാളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. പ്രപഞ്ചം എപ്പോഴും നിലവിലുള്ള കാര്യങ്ങളെ അഭിനന്ദിക്കാൻ അറിയുന്നവർക്ക് കൂടുതൽ നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും വിജയവും സമൃദ്ധിയും വേണമെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ പടി. നിങ്ങൾ ഇതൊരു ശീലമാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു പോസിറ്റീവ് മാറ്റത്താൽ നിറയും. ഘട്ടം 6. അസൂയയെ പ്രചോദനമാക്കി മാറ്റുക. ടേൺ ജെലസി ഇൻടു ഇൻസ്പിറേഷൻ. അസൂയ എന്നത് നമ്മളെ പലപ്പോഴും ദുർബലരാക്കുന്ന ഒരു വികാരമാണ്. പക്ഷേ ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടമായി മാറാൻ കഴിയും. നിങ്ങൾ മറ്റൊരാളുടെ വിജയം കണ്ട് അസൂയപ്പെടുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്കും അതുപോലുള്ള വിജയം നേടാൻ ആഗ്രഹമുണ്ടെന്നാണ്. പക്ഷേ ഈ വികാരത്തിന് ശരിയായ ദിശ നൽകിയില്ലെങ്കിൽ അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങളുടെ ആത്മവിശ്വാസം ദുർബലപ്പെടുത്തുകയും നിങ്ങളുടെ യഥാർത്ഥ കഴിവ് തിരിച്ചറിയുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും. ആദ്യത്തെ പടി നിങ്ങൾക്ക് ആരുടെയെങ്കിലും നേട്ടങ്ങൾ കണ്ട് അസൂയ തോന്നുമ്പോൾ അത് അംഗീകരിക്കുക എന്നതാണ്. അതെ, ഈ വ്യക്തിയുടെ വിജയം കണ്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട് എന്ന് സത്യസന്ധമായി സ്വയം പറയുക. ഈ വികാരത്തെ അടിച്ചമർത്തുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് അത് കൂടുതൽ ആഴത്തിൽ പോകാനും നെഗറ്റീവ് ഊർജ്ജം സൃഷ്ടിക്കാനും ഇടയാക്കും. നിങ്ങളിത് അംഗീകരിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾ നേടുന്നു. അസൂയയെ നെഗറ്റീവായി കാണുന്നതിന് പകരം അത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് കുറവുള്ളതെന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നും കാണിച്ചു തരുന്നു എന്ന് കരുതുക. രണ്ടാമത്തെ പടി നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. നിങ്ങൾ മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ അവരോട് നെഗറ്റീവ് വികാരം ഉണ്ടാക്കുന്നതിന് പകരം അവർക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. വിജയത്തിന് അതിരുകളില്ല,
ലോകത്ത് ആരുടെയെങ്കിലും വിജയം നിങ്ങൾക്കുള്ള അവസരങ്ങൾ കുറയ്ക്കുന്നില്ല, മറിച്ച് ആ കാര്യം സാധ്യമാണെന്നും നിങ്ങൾക്കും അത് നേടാൻ കഴിയുമെന്നും ഇത് തെളിയിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നതിനുള്ള ഒരു തെളിവായി കാണുക. മൂന്നാമത്തെ പടി അസൂയയെ നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾ മറ്റൊരാളെ വിജയിയായി കാണുമ്പോൾ ആ സ്ഥാനത്തെത്താൻ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് ചിന്തിക്കുക. അവർ കഠിനാധ്വാനം ചെയ്തോ, പുതിയ കഴിവുകൾ പഠിച്ചോ, അവരുടെ ഭയത്തെ അതിജീവിച്ചോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തന്ത്രം പിന്തുടർന്നോ? അവരുടെ യാത്ര മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നതെന്ന് കാണുക. അസൂയയെ പ്രചോദനമാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ കുറവുകൾ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ ലക്ഷ്യം നേടാനും അതിനെ ഒരു ഇന്ധനമായി ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾ അസൂയയെ നെഗറ്റീവ് ദിശയിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് ഗോസിപ്പ് പറയാനും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും വിമർശിക്കാനും നിങ്ങളെ നയിക്കും. പക്ഷേ ഈ വഴി നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല, മറിച്ച് നിങ്ങളുടെ ഊർജ്ജം കുറയ്ക്കും. അതിനുപകരം നിങ്ങൾ ആരുടെയെങ്കിലും വിജയം കണ്ട് അസൂയപ്പെടുമ്പോൾ സ്വയം ഈ ചോദ്യം ചോദിക്കുക: എനിക്കും ഇത് നേടാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്താൻ കഴിയുക? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഈ രീതിയിൽ പരിശീലിപ്പിക്കുമ്പോൾ അസൂയയെ ഒരു പ്രചോദനാത്മക സൂചനയായി കാണാൻ നിങ്ങൾ തുടങ്ങുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയും. സ്വയം കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഊർജ്ജം ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നു. സാവധാനം നിങ്ങളുടെ അസൂയ പോസിറ്റീവ് ഊർജ്ജമായി മാറിയെന്ന് നിങ്ങൾ കാണും. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് സ്വാധീനിക്കപ്പെടുന്നതിന് പകരം പ്രചോദിപ്പിക്കപ്പെടാൻ തുടങ്ങുന്നു. ഈ ചിന്ത നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കും. ഘട്ടം 7. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം വ്യക്തമായി കണ്ടു. നിങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ഇല്ലാതാക്കി. നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ക്രമീകരിച്ചു. പ്രപഞ്ചത്തിന്റെ പരീക്ഷകൾ വിജയിച്ചു. നന്ദി പ്രകടിപ്പിക്കാൻ പഠിച്ചു. അസൂയയെ പ്രചോദനമാക്കി മാറ്റി. ഇനി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ്. ഈ വിശ്വാസമാണ് നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള ശക്തി നൽകുന്ന കണ്ണി. നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യത്തിന്റെ ചിത്രം സൃഷ്ടിക്കുമ്പോൾ ഈ ചിത്രം വെറും ഭാവനയല്ല, മറിച്ച് നിങ്ങളുടെ ഊർജ്ജവും പ്രവർത്തനങ്ങളും കൊണ്ട് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സാധ്യതയുള്ള ഭാവിയാണ് എന്ന് നിങ്ങൾ അറിയണം. പലപ്പോഴും ആളുകൾ ശ്രമിക്കും, പക്ഷേ പെട്ടെന്ന് ഫലം കാണാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു. അവരുടെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറില്ലെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ പ്രപഞ്ചം എപ്പോഴും ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വഴി കാണിക്കാൻ തുടങ്ങുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ വഴി എളുപ്പമുള്ളതും നേരെയുള്ളതുമായിരിക്കില്ല. ചില വളവുകളും തടസ്സങ്ങളും ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിലനിർത്തിയാൽ ഒടുവിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരും. ഇതൊരു സാധാരണ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ ഒരു സ്ഥലം തിരയുമ്പോൾ ഓരോ വളവിനും ശേഷം എന്താണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങൾ ആ വഴിയിൽ തുടർന്നു പോകുന്നു. ഒരു വഴി അടഞ്ഞാൽ മാപ്പ് ഉടൻ തന്നെ പുതിയ വഴി കണ്ടെത്തുകയും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ പൂർണ്ണമായും ശ്രമിക്കുകയും ചെയ്യുന്നു. മാനിഫെസ്റ്റേഷനും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ നിർണയിച്ച് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ വിശ്വാസം നിലനിർത്തുക മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലെന്ന് തോന്നിയേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു മെച്ചപ്പെട്ട വഴി തയ്യാറാക്കുകയായിരിക്കും. വിശ്വാസമെന്നാൽ നിങ്ങൾ വെറുതെ ചിന്തിക്കുകയും ഒരു പ്രവർത്തനവും ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നല്ല. മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ഫോർമുല കമ്മിറ്റ്മെന്റ് പ്ലസ് ആക്ഷൻ പ്ലസ് ട്രസ്റ്റ്, അർപ്പണബോധം പ്ലസ് പ്രവർത്തനം പ്ലസ് വിശ്വാസമാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യത്തെ പൂർണ്ണമായി സ്വീകരിക്കുക, ശരിയായ ദിശയിൽ നിരന്തരം പ്രവർത്തിക്കുക, പ്രപഞ്ചം നിങ്ങൾക്ക് ശരിയായത് നൽകുമെന്ന് വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ സംശയമില്ലാതെ പൂർണ്ണമായ ആത്മാർത്ഥതയോടെയും ആത്മവിശ്വാസത്തോടെയും ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രപഞ്ചവും നിങ്ങളുടെ ഊർജ്ജത്തിനനുസരിച്ച് കാര്യങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നു. പല ആളുകളും അവരുടെ ആഗ്രഹങ്ങൾ നേടാൻ അക്ഷമരാകുകയും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവർ ഒടുവിൽ അവരുടെ ജീവിതത്തെ അവർ ചിന്തിച്ച രൂപത്തിൽ രൂപപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക: ഈ പ്രക്രിയയിൽ എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ മുന്നോട്ടു പോകുക. പ്രപഞ്ചം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായും എത്തിക്കും.